മന്തുരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. രോഗി പരിചരണ കിറ്റ് വിതരണം, കൊതുകിൻ്റെ ഉറവിട നശീകരണ നിയന്ത്രണ മാർഗങ്ങൾ, ഫോട്ടോ പ്രദർശനം, ശില്പശാലയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊതുകിൽ നിന്നുണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകതരം ഇനത്തിൽപ്പെട്ട കൊതുകിൽ നിന്ന് നമുക്ക് മന്ത് രോഗം ഉണ്ടാകുന്ന ഒരവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒട്ടനവധി പേര് ഈ രോഗത്തിന്റെ പരിണിതഫലം അനുഭവിച്ചവരായിരുന്നു. ഇന്ന് ഒത്തിരിയേറെ മരുന്നുകളുടെ എല്ലാം കണ്ടുപിടുത്തത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെല്ലാം തന്നെ പരിഹാര മാർഗങ്ങളെല്ലാം കാണുവാനായിട്ടും അതോടൊപ്പം തന്നെ കൊതുകിൻ്റെ ഉറവിടങ്ങളെല്ലാം തന്നെ നശിപ്പിച്ച് ആരോഗ്യ മേഖലയിലെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാഴ്ചവെക്കുവാനായിട്ട് ഇന്ന് ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ വളരെ ഉത്സാഹഭരിതരായി രംഗത്തിറങ്ങുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മന്തുരോഗം നിവാരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബീന ചെറിയാൻ, ഹെഡ് നഴ്സ് സവിത, ഏകജാലകം ബ്ലോക്ക് മെൻറ്റർ സോണി, പബ്ലിക് ഹെൽത്ത് നഴ്സ് മിനി തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബ്രിജിത് കുമാർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. MLSP വിജിമോൾ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മന്തുരോഗ നിവാരണ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. ഉപയോഗിച്ച് നമ്മൾ കളഞ്ഞ പാത്രങ്ങളാണ്. പാത്രം എന്ന് പറഞ്ഞാൽ ഭരണി, അതിനകത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കാം. പിന്നെ ഞാൻ നോക്കിയ കരിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ഒരു കിണർ നികത്താനായിട്ട് പക്ഷെ അതിലും കെട്ടിക്കിടക്കുന്ന ഒരു മാർഗം കാണിക്കുന്നത് കണ്ടോ. ഒരു വീടിൻ്റെ തന്നെ മനസ്സിലാവും ഈ സ്ഥലങ്ങളിൽ പൊതുവെള്ളത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുണ്ട്. നമ്മുടെ ഇവിടെയൊന്നുമില്ല, റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ളിടത്താണ് അവർ റബ്ബർ പാല് കളക്ട് ചെയ്യുന്ന പാത്രങ്ങളുണ്ട്. അപ്പോൾ അതിലും വെള്ളം കെട്ടിക്കിടക്കാൻ ഒരു കണ്ടോ നമ്മൾ